ഹായ് നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് അമ്പൂരിയിലാണ്. അമ്പൂരിയിൽ കൂനിച്ചി ഹിൽ എന്ന് പറയുന്നൊരു മലയുണ്ട്. അപ്പോൾ അത് കയറാനായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മല കയറി തുടങ്ങുമ്പോൾ തന്നെ കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് ഇതുപോലെ ഒരുപാട് വലിയ വലിയ മലകളാണ് കേട്ടോ നമ്മുടെ ചുറ്റിനും കാണുന്നത്. ചുറ്റിനും ഇതുപോലത്തെ കാടാണ്. നമുക്ക് നടന്നു വരാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ചെറിയൊരു വഴിയുണ്ട്. ഇങ്ങനെ വഴിങ്ങനെ തെളിഞ്ഞ് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേ ഇങ്ങനെ കയറി മേളിലേക്ക് പോകാം. രണ്ട് സൈഡും അടിപൊളിയാട്ടോ കാണാനൊക്കെ. രണ്ട് സൈഡും നല്ല കാടാണ്. അപ്പോൾ ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഈ ഒരു ട്രക്കിംഗ് ചെയ്യാം. ഇവിടെ നിന്നിപ്പോൾ ഏകദേശം ഒരു 2 കിലോമീറ്ററാണ് കേട്ടോ ഈ കൂനിച്ചിമലയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു കൂനിച്ചിമലയിലേക്ക് ഇനി നമുക്കൊരു 2 കിലോമീറ്ററാണ് സഞ്ചരിക്കാനായിട്ടുള്ളത് കേട്ടോ, ട്രക്ക് ചെയ്ത് പോകാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം നടന്നു വന്ന് രണ്ട് സൈഡും ഇതുപോലത്തെ കാടാണ് കേട്ടോ. ഈ കാണുന്ന പോലെ 2 സൈഡും നല്ല കാടാണ്. ഫ്രണ്ടിലേക്കുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ടിലേക്കുള്ള വ്യൂ ഇതാണ് കേട്ടോ കാണുന്നത്. നമ്മുടെ ഫ്രണ്ടാ മുന്നേ കയറി പോകുന്നത്. ഇതുപോലത്തെ വഴിയാണ് കേട്ടോ. നമ്മൾ നടന്ന് കുറച്ച് ദൂരം വന്നപ്പോൾ മൊബൈലിലെ റേഞ്ചൊക്കെ തീർന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ ഒരു കല്ലുണ്ട്, അവിടെ കുറച്ച് നേരം ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ വ്യൂ കാണിച്ചു തരാം കേട്ടോ, ചുറ്റിനുള്ളത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇതാണ് കേട്ടോ. ഇങ്ങോട്ടാണ് നമുക്കിനി പോകേണ്ടത്. ഇവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത് കേട്ടോ. കയറി ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു വീട് പോലൊരു സംഭവം കണ്ടു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇവിടെ വന്നതാ ഈ കല്ലിൽ കുറച്ച് നേരം ഇരിക്കുകയായിരുന്നു. ഇനി നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. കുറച്ച് മേളിലേക്ക് എത്തിയപ്പോൾ ഇതുപോലെ കേട്ടോ വഴികളൊക്കെ. നമ്മൾ നടന്നു പോകുമ്പോഴത്തേക്കും നമ്മുടെ തലയിൽ ഇതുപോലെ മരങ്ങൾ ചെടികളൊക്കെ തട്ടുന്ന തരത്തിലായി ചെറിയ വഴിയായി കേട്ടോ. നമ്മുടെ ഫ്രണ്ട് മുന്നേ കയറി പോകുന്നുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ പോകുന്ന വഴികളിൽ ഒരുപാട് പ്ലാസ്റ്റിക് കുപ്പികൾ കണ്ടു കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവരെന്തായാലും ആ ഒരു പ്ലാസ്റ്റിക് കുപ്പി ഇവിടെ തിരിച്ച് കൊണ്ടുപോകാൻ നോക്കുക. കാരണം നിങ്ങൾ കുടിച്ചിട്ട് ഇവിടെ ഇടരുത്. അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു സ്ഥലത്തെ വൃത്തികേടാക്കരുത്. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ആ ഒരു കുരിശുമലയിൽ എല്ലാ കുരിശൊക്കെ കാണാൻ പറ്റും. അതുപോലെ തന്നെ താഴെ ആ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ക്ഷേത്രമുണ്ട് കേട്ടോ. അതിൻ്റെ താഴെ ഈ കാണുന്നത് നെയ്യാർ ഡാമാണ് കേട്ടോ. നമുക്കിനി പോവേണ്ടത് ഈ കാണുന്ന ആ ഒരു മലയിലേക്കാണ്. അതിൻ്റെ മുകളിൽ ആൾക്കാരൊക്കെ നിൽക്കുന്നത് നമ്മളിവിടെ നിൽക്കുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ കൂനിച്ചിമലയിലേക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് കുരിശുമല വരുന്നത്. അപ്പോൾ നമ്മൾ കുരിശുമല കയറി അതിൻ്റെ മുകളിലേക്ക് കയറി ഒന്ന് കണ്ടിട്ട് വരാനുണ്ട്. ആ വഴിയെ നമ്മൾ തിരിച്ചു കേട്ടോ, വഴി മാറ്റി നമ്മൾ കുരിശുമലയിലേക്ക് ആക്കി. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് നേരെ കൂനിച്ചിമലയിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ കുരിശുമലയിലേക്ക് പോകുന്ന വഴിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൂനിച്ചിമലയുടെ വ്യൂ ഒക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഈ ഒരു എന്തായാലും കുരിശുമലയിലേക്ക് പോയിട്ട് തരാം. പോകുന്ന വഴി കാണിച്ചു തരാം കേട്ടോ. കയറി പോകേണ്ടത് ഒരു ചെറിയ വഴിയാണ്. ഫുൾ 2 സൈഡ് ഇതുപോലെ പുല്ലാണ് കേട്ടോ. പുല്ല് വളർന്നു നിൽപ്പുണ്ട്. ഈ ഒരു വഴി കൂടെ ആണ് നമുക്ക് കുരിശുമലയിലേക്ക് പോകേണ്ടത്. ഇവിടെ അടുത്തടുത്ത് തന്നെ ഒരുപാട് മലകളുണ്ട് കേട്ടോ. എല്ലാം അടിപൊളിയാണ് കാണാൻ. അപ്പോൾ നമ്മൾ കുരിശുമലയിലേക്കുള്ള ആ ഒരു വഴിക്കാണ് കേട്ടോ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടം പോലെ പ്ലാസ്റ്റിക് കുപ്പികളുണ്ട് കേട്ടോ. ഇവ വെള്ളം കുടിച്ചിട്ട് തിരിച്ചാരും കൊണ്ടുപോകുന്നില്ല, ഇവിടെ തന്നെ ഇട്ടിട്ട് പോകുന്നതാണ് കാണുന്നത് കേട്ടോ. ഈ സൈഡിൽ അത്രയും പ്ലാസ്റ്റിക് കുപ്പികളാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പോകേണ്ട വഴി കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മൾ കുരിശുമലയുടെ കുറച്ച് മേളിൽ എത്താറായി. ഇനിയിപ്പോൾ കുറച്ചുകൂടെ കയറിയാണ്. നമ്മുടെ ഫ്രണ്ട് താഴെ ഇരിക്കുകയാണ് കേട്ടോ. അവൻ റെസ്റ്റ് എടുത്തിട്ട് പയ്യെ കയറാമെന്നുണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുരിശുമലയുടെ മേളിലെത്തി കേട്ടോ. ആ താഴെ കാണുന്ന നെയ്യാർ ഡാമാണ്. അതുപോലെ ഇവിടെയാണ് നമ്മുടെ ആ ഒരു കുരിശുമല വരുന്നത്. ആ ഒരു കുരിശൊക്കെ ഈ ഒരു സൈഡിലാണ് കേട്ടോ. ഇവിടെ നിന്ന് അപ്പർ സൈഡിലേക്കുള്ള വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ നല്ലപോലെ കാണിച്ചു തരാൻ കേട്ടോ. അപ്പോൾ കുരിശുമല വന്നിട്ട് നമ്മൾ ഇതിൻ്റെ ചുറ്റിനുള്ള ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചുറ്റിനുള്ള കാഴ്ച എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ കുരിശുമല കേട്ടോ. കുരിശുമലയിൽ നമുക്ക് നേരെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ആ സൈഡിലായിട്ട് തന്നെ കൂനിച്ചിമല നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സൈഡൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ.
ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ, അതായത് ഈ കുരിശ് നിൽക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് നമുക്ക് നെയ്യാർ ഡാമൊക്കെ വരുന്നത്. ഇപ്പോൾ കുരിശുമലയുടെ ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത് കേട്ടോ. പുറകിലിൻ്റെ ബാക്ക് ഇരിപ്പുണ്ട്. ഇവിടെ ആയിട്ട് കുരിശുമല കാണാം. നമ്മുടെ ആ ഒരു സൈഡിലിട്ടാണ് നമുക്ക് കുനിശിമലയൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കയറിയിട്ട് അങ്ങോട്ട് പോകാനായിട്ടാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റിലുള്ള ആ ഒരു വ്യൂ ആണ് കാണുന്നത്. അപ്പോൾ നമ്മൾ കുരിശുമലയിലൊക്കെ പോയിട്ട് ഇനിയിപ്പോൾ നേരെ കാളിപ്പാറയിലേക്ക് പോകാനായിട്ടുള്ള വഴി കണ്ടുപിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് മുന്നേ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെന്താ ഇതുപോലെ മുന്നേ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുടിവെള്ളം ഉണ്ടെങ്കിൽ കൊണ്ടുവരണം. കുപ്പിയിലൊക്കെ 1-2 കുപ്പിയിലൊക്കെ വെള്ളം കൊണ്ടുവരണം. അതുപോലെ തന്നെ കൊണ്ടുവരുന്ന കുപ്പിയായാലും ബോട്ടിലായാലും അതൊക്കെ നമ്മൾ തിരിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കണം. ഇവിടെ ഇടരുത്. അത് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ അതുപോലെ കുപ്പികളായി കണ്ടതാ ഇറങ്ങുന്നുണ്ടോ. ആൾക്കാർ വന്ന് കുടിച്ചിട്ട് ഇതുപോലെ പ്ലാസ്റ്റിക്കൊക്കെ ഇതുപോലെ ഇവിടെ ഇട്ടിട്ടാണ് പോകുന്നത്. നമ്മൾ കാളിപ്പാറയിലേക്ക് പോകുന്ന വഴിക്ക് കണ്ട കേട്ടോ, ഇവിടെ ഒരു ഏറുമാടം കണ്ട് ഫുള്ള് പൊളിഞ്ഞു കേട്ടോ. അതിലേക്ക് കയറാനുള്ള കോണിപ്പടിയൊക്കെ ആയിരുന്നു. ഇതെല്ലാം പോയി. അവിടെ ഒരു കുടിൽ പോലെ കെട്ടിയാണ്, അതൊക്കെ പോയി കേട്ടോ. നമുക്ക് ഇതുവഴിയാണ് നമുക്ക് പോകേണ്ടത് കേട്ടോ. ഇതിൽ നമുക്ക് അത്യാവശ്യം നല്ല വീതിയുണ്ട് ഉണ്ട് കേട്ടോ. വഴിക്കൊക്കെ നല്ല തെളിഞ്ഞ വഴിയാണ്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നടന്നു പോകാനും മുന്നോട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടന്ന മതി എന്നാണ് തോന്നുന്നത്. പോകുന്ന വഴിക്ക് അത്രയും ഇതുപോലെ മരങ്ങൾ വെട്ടി ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ എല്ലായിടത്തും 1-2 വാട്ടർ ടാങ്ക് ഇതുപോലെ വെച്ചിരിക്കുകയാണ്. പക്ഷേ എന്നിട്ട് വെള്ളം എടുക്കാനായിട്ട് നോക്കിയിട്ട് ഒന്നിനും വെള്ളമില്ല. അവരെല്ലാം ലോക്കാക്കി ഇട്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് 1-2 ചെറിയ അമ്പലങ്ങളൊക്കെ കണ്ടു കേട്ടോ. അവിടെ മലയാളത്തിലും തമിഴിലും എഴുതിയിട്ടുണ്ട്. കാരണം ഇത് തമിഴ്നാടും കേരളത്തിൻ്റെ ഒരു ബോർഡറിലാണ് ഈ ഒരു ക്ഷേത്രമൊക്കെ വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് 2 ഭാഷയിൽ എഴുതിയിരിക്കുന്നത്. നമ്മൾ കുറേ ദൂരം നടന്ന് കാളിപ്പാറ അവിടെ എത്തിയപ്പോഴത്തേക്ക് അവിടെ ഒരു ചെറിയൊരു കട ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് നാരങ്ങവെള്ളം കുടിക്കാൻ വിചാരിച്ച്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമുക്ക് ക്ഷേത്രം വരുന്നത്. അതിൻ്റെ ആ സൈഡിലായിട്ട് നമ്മൾ നേരത്തെ കണ്ടത് അയ്യപ്പ ക്ഷേത്രം കേട്ടോ. അതുപോലെ തന്നെ ഈ സൈഡിൽ വരുന്നത് നമുക്ക് ദേവിയുടെ ഒരു ക്ഷേത്രമാണ്. ഇവിടെ ഇതുപോലെ ചെറിയൊരു കട ഉണ്ട് കേട്ടോ. ഇത്രയും ദൂരം നടന്ന് നമ്മളൊരു കട കണ്ടുപിടിച്ചു കേട്ടോ കാടിനകത്ത്. അപ്പോൾ ചേച്ചി നമുക്ക് വേണ്ടിയിട്ട് നാരങ്ങ വെള്ളമൊക്കെ സെറ്റ് ചെയ്യണം. നമ്മുടെ ഫ്രണ്ട് ഇവിടെ തളർന്ന് ഇരിക്കുന്നു. മുകളിൽ നമുക്ക് അവിടെ ഒരു അയ്യപ്പ ക്ഷേത്രമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് ദർശനത്തുള്ള വഴി വേണ്ടി ഇവിടെ ഒരു ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അതിൽ തമിഴ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലം തമിഴ്നാടാണ്. തമിഴ്നാട് കേരള ബോർഡറാണ് ഈ ഒരു കാളിപ്പാറ എന്ന് പറഞ്ഞ ക്ഷേത്രം വരുന്നത്. ക്ഷേത്രമാണ് കേട്ടോ ആ സൈഡിൽ കാണുന്നത്. കാളിപ്പാറയല്ല, കാളിമല എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. ആ ഒരു ഭാഗത്ത് ക്ഷേത്രം വരുന്നത്. ഇത് വരുന്നത് ക്ഷേത്രത്തിൻ്റെ പുറകു സൈഡിലേക്കുള്ള കാഴ്ചയൊക്കെയാണ്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ കുനിശിമലയൊക്കെ കാണാം കേട്ടോ. താഴെ ആ സൈഡിലാണ് നെയ്യാർ ഡാം വരുന്നത്. ഒരു ക്ഷേത്രത്തിൻ്റെ താഴെ തന്നെ ഒരു ചെറിയൊരു കടയുണ്ട്. അപ്പം നമുക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ വെള്ളമായാലും കഴിക്കാനായാലൊക്കെ നമുക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് അവിടെ നിന്ന് ഈ ഉപ്പിലിട്ട മാങ്ങയൊക്കെ മേടിച്ച് കാണിച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിലിട്ട മാങ്ങ മേടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു ദേവിയുടെ ക്ഷേത്രത്തിൽ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒരു അയ്യപ്പ ക്ഷേത്രം ഉണ്ട് കേട്ടോ. ഇതും പ്രത്യേക ദിവസങ്ങളിലൊക്കെ തുറക്കത്തുള്ളൂ. 1-2 ദിവസങ്ങൾ നമ്മൾ ആ കടയിൽ ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാൻ ശരിക്കും മറന്നു കേട്ടോ, അതാ പറയത്തെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൂനിച്ചിമലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുവഴിയാണ് കൂനിച്ചിമലയിലേക്ക് പോകുന്നത്. അപ്പോൾ റോഡ് ഇതിൻ്റെ മേഖലയിലേക്ക് വണ്ടി പോകും, പക്ഷേ നല്ല പാടായിരിക്കും കേട്ടോ മേഖലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. റോഡ് ഇതാണ് കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വണ്ടി കയറി, പക്ഷേ 2 വീലറൊക്കെ കയറി പോവും.
ഇതിലും പാടാണ്. നമ്മൾ വരുന്ന വഴിയുടെ അത്രയും കുരങ്ങന്മാരാണ് കേട്ടോ. ഈ സൈഡിലൊക്കെ ഇരിക്കുന്നുണ്ട്. 2 പേര് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മളെ കണ്ടുകൊണ്ട് പെട്ടെന്ന് മരത്തിലേക്ക് ചാടിക്കുക. നമ്മൾ അവിടെ നിന്ന് കയറി ഇങ്ങനെ മേഖലയിൽ വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു അരുവി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ വന്നിട്ട് വെള്ളം വേണമെങ്കിൽ കുടിക്കാൻ ഇവിടെ നിന്ന് വെള്ളം എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് മുഖമൊക്കെ കഴുകി ഇതാ അരുവി, ചെറിയൊരു അരുവി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേഖലൊരു ടാങ്കുണ്ട്, അതിൽ നിന്നാണ് ഈ പൈപ്പ് വഴി വെള്ളം താഴേക്ക് വരുന്നത്. അപ്പം നമ്മുടെ ഇവിടെ നിന്ന് കുറച്ച് വെള്ളം അടിച്ചു കേട്ടോ കുടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കുനിച്ചിമലയിലേക്ക് കയറുന്ന വഴിയാണ്. അപ്പോൾ 1-2 തവണ നമുക്ക് വഴി തെറ്റി. കാരണം വഴി നല്ലപോലെ തെളിഞ്ഞ് കിടപ്പില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് 1-2 തവണ വഴി തെറ്റി. ഇപ്പം നമ്മൾ കറക്റ്റ് വഴിയാണ് പോകുന്നതെന്ന് വിചാരിക്കുന്നത്. ഇതിനിപ്പോൾ അങ്ങ് എത്തുമ്പോഴത്തേക്ക് അറിയാം കറക്റ്റ് വഴിയാണോ അല്ലെന്നുള്ളത്. എന്നാലും നമുക്ക് ഈ വഴി കയറി മേലേക്ക് പോകാം കേട്ടോ. തിരിച്ച് പോകുന്ന വഴിക്കാണ് ഈ ഒരു വഴി കണ്ടത് കേട്ടോ. അപ്പോൾ ഇതുവഴി ഇങ്ങോട്ട് പോയി നോക്കിയിട്ട് ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവഴി നേരെ ആ മലയുടെ മുകളിലേക്ക് പോകുന്നതായിരിക്കും. നമ്മൾ നേരത്തെ 2 തവണ നമുക്ക് വഴി തെറ്റുകയും ചെയ്തു. എന്നാലും നമുക്ക് ഇതുവഴി ഒന്ന് പോയി നോക്കാം. കാരണം വഴി ഇത്ര ചെറിയ ഇടിഞ്ഞ വഴിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് വഴികൾ കിടപ്പുണ്ട്. ഏതാണ് കറക്റ്റ് വഴിയെന്ന് അറിയാൻ വയ്യ. അങ്ങനെ 2 വഴി നമ്മൾ പോയി, 2 വഴിയും കറക്റ്റ് അല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വഴിക്കാണ് ഈ ഒരു വഴി കണ്ടത്. അപ്പോൾ എന്തായാലും ഇതുവഴി ഒന്ന് പോയി നോക്കാം. നമുക്ക് ആ സൈഡിലായിട്ട് ആ മേളിൽ കാണുന്നത് കൊണ്ടകെട്ടി മലയാണ് കേട്ടോ. നമ്മൾ കയറി വന്നപ്പോൾ ഇതാ ഇവിടെ ഒരു ഇരിക്കാനായിട്ടൊക്കെ ഒരു സ്ഥലം കിട്ടി. ഇങ്ങനെ കമ്പൊക്കെ വെച്ച് കിട്ടി. നമ്മൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കുകയായിരുന്നു. നമുക്കിനി ഇതിൻ്റെ മുകളിലേക്കാണ് ഇനി കയറേണ്ടത്. ഇതാണ് കൊണ്ടകെട്ടി മല കേട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന അപ്പുറത്ത് കാണുന്ന ഒരു ചെറിയൊരു മലയാണ് കുരിശുമല. അപ്പോൾ ഈ കൊണ്ടകെട്ടി മലയിലേക്കാട്ടിയും നല്ല ഹൈറ്റിലാണ് കേട്ടോ ഈ ഒരു കുരിശുമല വരുന്നത്. അതിൻ്റെ ഇപ്പുറത്ത് കാളിപ്പാറയാണ് കേട്ടോ. കാളിപ്പാറയല്ല, കാളിമലയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നെയ്യാർ ഡാം കാണാം. ഇതാണ് കുനിച്ചി മല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കയറുന്നത്. അപ്പം നമ്മൾ ആദ്യം വഴിയൊക്കെ തെറ്റി ഇപ്പോൾ നമ്മൾ കുനിച്ചിമലയുടെ മുകളിലെത്തി കേട്ടോ. അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഒരു സൈഡെന്ന് പറയുന്നത് കേരളവും ഇതിൻ്റെ തൊട്ട് നമ്മുടെ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് തമിഴ്നാടുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തമിഴ്നാടാണ് നമ്മൾ നേരത്തെ പോയ ആ ഒരു കുരിശുമലയൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ 2 പ്രാവശ്യം നമുക്ക് വഴി തെറ്റി കേട്ടോ. വഴി തെറ്റിയിട്ടാണ് ഈ ഒരു മലയിൽ ഇപ്പോൾ നമ്മൾ എത്തിയത്. ഞാൻ ഇവിടെ നിന്നിട്ടുള്ള ആ ഒരു വിഷ്വൽ നിന്ന് കാണിച്ചു തരാം. മഴയൊക്കെ നല്ല രീതിക്ക് മഞ്ഞിറങ്ങിയിട്ടുണ്ട് കേട്ടോ. സൈഡിലായിട്ട് നമുക്ക് കൊണ്ടകെട്ടി മലയാണ് കേട്ടോ. അതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു സൈഡിലാണ് കുരിശുമല വരുന്നത്. നമ്മൾ കുരിശുമലയിൽ നേരത്തെ പോയതാണ്. അവിടെ പോയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് കേട്ടോ. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ആ ക്ഷേത്രമൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു കുനിച്ചിമല കയറാനായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ നെയ്യാർ ഡാമിൻ്റെ വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം ഇവിടെ നിന്ന് കറങ്ങി കഴിയുമ്പോൾ തിരിച്ച് പോകാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. എന്തായാലും നമുക്ക് ഇനി തിരിച്ച് പയ്യെ താഴേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മളവിടെ പോയി തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കാൻ കൊണ്ട് കുപ്പിയൊക്കെ തിരിച്ചു കൊണ്ടു കേട്ടോ. അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഈ പ്ലാസ്റ്റിക്കൊക്കെ ഇടാൻ പറ്റുന്ന ഏതെങ്കിലും നല്ല സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കളഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അമ്പൂരിലുള്ള ഒരു പാലത്തിലാണ് കേട്ടോ. ഈ ഒരു പാലം വളരെയധികം ഫേമസ് ആയിട്ടുള്ളൊരു പാലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത് കേട്ടോ. ഇതിൻ്റെ കാഴ്ചകളെ കാണിച്ചു തരാം. ഈ ഒരു പാലത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴത്തേക്ക് കാണുന്ന കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് കൂടുതലൊരു ചെറിയൊരു പാലമാണ്. ഇതിലെ അത്യാവശ്യം നമ്മുടെ ബൈക്കും ഓട്ടോയൊക്കെ പോകുന്ന അത്രയ്ക്കുള്ളൊരു വീതിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ട് ഈ പാലത്തിൽ കൂടെ നടന്ന് 2 സൈഡും പോയി കുറേ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നല്ല വ്യൂ ആണ് കേട്ടോ കിട്ടുന്നത്. 2 സൈഡും കിട്ടുന്നത്. ഒരു സൈഡിൽ ഇതുപോലത്തെ ഒരു വലിയ മലയാണ് കേട്ടോ. അതൊക്കെ ഇവിടെ വന്ന് കാണുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ്. അപ്പോൾ എന്തായാലും ഈ അമ്പൂരി ഭാഗത്തോട്ടൊക്കെ വരുന്നവർ ഈ ഒരു പാലം വന്ന് കാണാൻ ശ്രമിക്കുക.
അപ്പോൾ അമ്പൂരിയിലെ ഈ ഒരു കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്കൊരു പുതിയൊരു നല്ലൊരു വീഡിയോ കാണാം.